ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാനിടയാകട്ടെ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരം, സംരക്ഷണത്തിൻ്റെ കരം, പരിപാലനത്തിൻ്റെ കരം നമ്മെ വിട്ടുമാറാതെ ഇന്നയോളം നമ്മെ നടത്തിയ കർത്താവ്, വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമം ഇന്നും മഹത്വമെടുക്കുക. നമ്മുടെ ജീവിതസ്ഥിതി കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുന്ന നിലയിൽ കർത്താവ് സഹായിക്കുന്ന ദിവസമായി തീരട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 119 സങ്കീർത്തനം 126 വാക്യം: യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാകുന്നു. അവർ നിന്റെ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്, ഒരു വാക്യമാണ്. ഏതു മനുഷ്യൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന, ഏതു മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാകുന്നു. വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരു സമയമുണ്ട്. ദൈവപ്രവർത്തിക്ക് ഒരു സമയമുണ്ട്. കർത്താവ് ഇടപെടുന്ന വിഷയങ്ങൾ, ദൈവം അരുളി ചെയ്ത വാഗ്ദാനങ്ങൾ, ദൈവം അരുളി ചെയ്ത ആലോചനകൾ, അതിൻ്റെ സംപൂർത്തീകരണം ജീവിതത്തിൻ്റെ മേഖലകളിൽ വെളിപ്പെടുവാൻ ഒരു സമയം കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം ജീവിതത്തിൽ ഒരു മിനിറ്റ് പോലും വൈകാതെ ആ വാഗ്ദത്തം ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാ. സങ്കീർത്തനക്കാരൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും തനിക്ക് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും കഴിഞ്ഞ കാര്യം ഇതാ: ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമയമായിരിക്കുകയാണ്. കർത്താവിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കൂടാരത്തിൽ വെളിപ്പെട്ടു വരുവാൻ സമയമായിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിരാശപ്പെടേണ്ട സമയമല്ല. ഇന്ന് പലതിനെയും ചൊല്ലി ഞാൻ ആകുലപ്പെടേണ്ട ഒരു സമയമല്ല. ഇന്ന് ഞാൻ ജീവിതത്തിൻ്റെ മേഖലകളിൽ കൂടുതൽ പ്രത്യാശയോടും കൂടുതൽ വിശ്വാസത്തോടും കൂടുതൽ ദൈവസ്നേഹത്തിലും ആയിരിക്കേണ്ട ഒരു സമയമാണ്. കാരണം എൻ്റെ കർത്താവ് എന്നോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളുടെ നിവൃത്തി ഇതാ വെളിപ്പെടുവാൻ സമയമായിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിൽ ഈ ദൂത് ആഴമായി പകരുന്നു. ചില കുടുംബത്തെ നോക്കി, ചില തലമുറകളെ നോക്കി പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ഇനി ആ വിഷയത്തിനായി കരയേണ്ട വരത്തില്ല. ഇനി ആ വിഷയത്തിനായി ദുഃഖിക്കേണ്ട വരത്തില്ല. ഇനി ആ വിഷയത്തിനായി ആകുലപ്പെടേണ്ട വരത്തില്ല. കാരണം ദൈവപ്രവൃത്തിയുടെ സമയമായിരിക്കുകയാണ്. കർത്താവിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന സമയമായിരിക്കുന്നു. ഒരു മിനിറ്റ് പോലും അതിനെ വൈകിപ്പിക്കുക ഇനി ശത്രുവിന് കഴിയത്തില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നീണ്ടുപോയ വാഗ്ദത്തങ്ങൾ, നടക്കാതെ പോയ വാഗ്ദത്തങ്ങൾ, മുടങ്ങിപ്പോയ വാഗ്ദത്തങ്ങൾ, മാറിപ്പോയ വാഗ്ദത്തങ്ങൾ ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവത്തിൻ്റെ പൈതലേ എങ്ങനെയൊക്കെയോ എപ്രകാരമൊക്കെയോ തുറന്ന വാതിലുകൾ അടഞ്ഞുപോയി, തുറന്ന വഴികൾ അടഞ്ഞുപോയി. ഇന്നും ആ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തോട് ദൈവത്തിൻ്റെ ദൂതിതാ, പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ ശബ്ദമിതാ: ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമയമാ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാ. ദൈവപ്രവൃത്തിയുടെ സമയമായപ്പോൾ ദൈവത്തിൻ്റെ പൈതലേ, ശത്രുവിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുവാൻ നാം ഈ ദൂത് ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ഹൃദയതലങ്ങളിലേക്ക് ദൂത് ആഴത്തിൽ പരിശുദ്ധാത്മ പകരുക. ശത്രുവിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവപ്രവൃത്തിയെ തടുക്കുക ആർക്കും കഴിയത്തില്ല. ഇന്ന് വിശ്വാസത്തോടെ, ഇന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. വീണ്ടും പ്രാർത്ഥനയിൽ ജാഗരിക്കുമ്പോൾ, തീവ്രമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലേ, സമയം
പറ്റത്തില്ല. ഒരു ശത്രുവിനും ഒരു വ്യക്തി ജീവിതങ്ങൾക്കും വാഗ്ദത്തങ്ങളുടെ സമയത്തെ തെറ്റിക്കുവാൻ കഴിയത്തില്ല. സക്രിയാവിൻ്റെ ജീവിതത്തിൽ വാഗ്ദത്ത സമയമായപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ചപ്പോൾ സക്രിയാവിൻ്റെ ഹൃദയം അവിശ്വാസത്തിലേക്ക് പോകുക. സമയമായപ്പോൾ അവിശ്വാസത്തിലേക്ക് ഹൃദയം തിരിഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുന്നു. കർത്താവ് ദൈവത്തിൻ്റെ വൈദ്യലെ ആ മേഖലയിൽ പോലും കർത്താവിൻ്റെ കരം ചലിച്ചില്ലേ? സക്രിയാവിൻ്റെ ഹൃദയത്തെ ഏതവസ്ഥയിലാകുന്നല്ല, വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തന. ഒരു സക്രിയാവ് അവിശ്വസിക്കുമ്പോഴും ഭവനതലത്തിൽ പ്രാർത്ഥിക്കുന്നൊരു എലിസബത്തുണ്ട്. ഇന്ന് പ്രവർത്തിച്ചാലും ഞാൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നൊരു എലിസബത്തുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ ദൂതിത ദൈവത്തിൻ്റെ വൈദ്യ കുടുംബത്തിൽ പലർക്കും വിശ്വാസം കാണത്തില്ല. പക്ഷേ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായ, വിശ്വസിക്കാൻ തയ്യാറായ, ദൈവം ഇടപെടുന്നു. അതിശക്തമായി കർത്താവ് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി കുടുംബത്തിൽ നിന്ന് മാറത്തില്ല. കുടുംബത്തിൽ നിന്നും തലമുറയിൽ നിന്നും ദൈവപ്രവൃത്തി മാറത്തില്ല. ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ കർത്താവ് അരുളി ചെയ്ത് തന്നെ ദൈവം നിവർത്തിക്കാൻ പോകുന്നു. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാ. ദൈവത്തിൻ്റെ വൈദ്യലേ, ഇത് ദൈവപ്രവൃത്തിയുടെ സമയമാ. ഇവിടെ അലസത വേണ്ട, ഇവിടെ ഒന്നും നിരാശ വേണ്ട, ഭാരം വേണ്ട. പ്രത്യാശയോടെ ആയിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൂതിടപെടുന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയുടെ സമയമായിരിക്കുന്നു. ആ തലത്തിൽ ജീവിക്കട്ടെ, ആ തലത്തിലായിരിക്കട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി കാണും. ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ അമ്മയെ സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കും. നമുക്ക് പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നീ കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവേ, എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ദൂത് ചലിക്കട്ടപ്പ. ഈ ദിവസങ്ങളിൽ ആ വാഗ്ദത്തങ്ങൾ മുടങ്ങിക്കിടക്കുന്നൊക്കെ അത് സംഭവിക്കട്ടെ. ദൈവകരത്തിൽ നിന്ന് വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളുടെ ഇപ്പോൾ തന്നെ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ദൈവിക സമാധാനം വെളിപ്പെട്ടു വരുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.